ഹായ് കുട്ടിയരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള പുതിയ വൈൽഡ് കാർഡ് എല്ലാവരും സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം പുതിയ ടീമുകൾ തിരിക്കുകയും ചെയ്തു. ടീമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ടീം, വെസൽ ടീം, പിന്നെ ഫ്ലോർ ടീം, ബാത്റൂം ടീം. ഇതിലേക്കെല്ലാം പുതുതായി വന്നിട്ടുള്ള അംഗങ്ങളെ ചേർക്കുകയും അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും എല്ലാ കാര്യങ്ങളും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ള കിടക്കാനുള്ള സൗകര്യം അവർ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ബെഡിലുള്ളത്? അപ്പോൾ ശാരികയും പോയിട്ടുള്ള ബെഡ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിൽ 2 പേർക്ക് കിടക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് എന്ന് തോന്നി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് ഗാർഡിനെയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നത്. കാരണം പറഞ്ഞ കാര്യങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ശരത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു ക്യാപ്റ്റൻ ആണെങ്കിൽ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിക്കണം എന്ന്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ലക്ഷ്മി വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം. ലക്ഷ്മി ഒരു ക്യാപ്റ്റനായി വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ പറയുന്നത് ആരും മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന അപ്പാനി പോലും സ്വയം അനുസരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരനുസരിക്കുക? അപ്പോൾ ആദ്യം ക്യാപ്റ്റൻ ഒരു നല്ല നിലപാടിലെത്തണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ നയിക്കാനൊരു ശേഷി ഉണ്ടാവുകയുള്ളൂ. ഇത് ക്യാപ്റ്റൻ പോലും തലകുത്തനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫ്ലോർ ക്ലീനിനെ കുറിച്ചിട്ട് നമ്മുടെ ഓനിൽ പറഞ്ഞു കൊടുക്കണം ലക്ഷ്മിക്ക്. അപ്പോൾ ലക്ഷ്മിക്ക് ഇതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ലക്ഷ്മി ഈ വന്നതിൽ നിന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവ രീതിയാണെന്ന് തോന്നുന്നു. കാരണം ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിക്കുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. കാരണം സംസാര രീതിയിൽ തന്നെ കുറച്ചൊരു തൻ്റെടിത്തരം തോന്നുന്നുണ്ട്. കാരണം അക്ബറിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പാനിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഒരു വേറെ രീതിക്കുള്ള, മറ്റുള്ളവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരോടും നല്ല രീതിക്ക് നല്ലൊരു എന്താ പറയുക, സ്വന്തം ഒരു കൂടപ്പിറപ്പുകളെയും ഒക്കെ പോലെയാണ് അവരുടെ ഒരു പെരുമാറ്റം. പക്ഷേ ലക്ഷ്മി മാത്രം കുറച്ച് വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയും. ഇതൊക്കെ ലൈവിൽ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടോ അനുമോളെടുത്ത് ഈ ഒരു വൈറ്റ് കാർഡ് സംസാരിക്കുന്നത് എത്ര സന്തോഷത്തോടെയാണ്, എത്ര ചിരിച്ച് കളിച്ചുകൊണ്ടാണെന്ന് അറിയാം ഇവരുടെയൊക്കെ ഒരു സംസാര രീതി. അതുപോലെ തന്നെ ആ ബ്ലാക്ക് ഷർട്ടിട്ടുള്ള ആ വൈറ്റ് കാർഡ് എല്ലാവരും. പക്ഷേ ലക്ഷ്മി മാത്രം കുറച്ച് സ്ട്രോങ് ആണോ എന്നൊരു സംശയമുണ്ട്. സ്ട്രോങ് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഗെയിമല്ലേ, ഗെയിമിൻ്റെ വഴിക്ക് പോട്ടെ. എന്നാൽ ആരും പരസ്പരം വിട്ടുകൊടുക്കില്ല എന്നാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ്. ഇന്നിപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ കുറേ താമസം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കണ്ടേ, എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ നേരം വൈകിട്ടാണോ ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ലക്ഷ്മി മാത്രം ഒന്നും എവിടെയും തൊടാതെയും പിടിക്കാത്തുള്ള ഒരു കളിയാണ്. എന്തോ കണ്ടറിയാം